ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട് കൊപ്പമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ കൊപ്പത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കൊപ്പം സിറ്റിയാണ്. ഇത് ഏകദേശം ഓണത്തിൻ്റെ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഓണത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് കൊപ്പം വരെ പോയി നോക്കി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കൊപ്പം സിറ്റിക്ക് കേട്ടോ. ഈ ഒരു ടൈമിൽ വന്ന അടിപൊളിയാണ് കേട്ടോ ഇവിടെ അങ്ങനെ സിറ്റിയിലൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ മലപ്പുറം സിറ്റിയിലും ഞാൻ ഈ ഓണത്തിൻ്റെ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ നല്ല അടിപൊളി ഒരു വൈബായിരിക്കും സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. കുറേ എന്താ പറയുക പൂക്കളും അതുപോലെ പച്ചക്കറി, ഇത് നമ്മുടെ ഈ സദ്യക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കുന്ന ആ ഒരു ബഹളവും തിരക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാണാനും കൂടെ വെറുതെ പോവുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടാവില്ല, എന്നാലും നല്ല രസമാണ് അതിലൂടെ ഇങ്ങനെ നടക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ വിഷു ആയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കുറേ പടക്കങ്ങളും അതുപോലെ കൊന്നപ്പൂവും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കടയാണ്. ഫ്രണ്ടുമാണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനും കൂടെയാണ്. അപ്പോൾ അവൻ എനിക്ക് കാണിച്ചു തന്നാണ് ഈ കാണുന്ന പൂക്കളൊക്കെ കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവിടെയുള്ള എല്ലാ പൂക്കളും എനിക്ക് കാണിച്ചു തരുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന എന്താ പറയുക, ഇതിനെന്താ ജമന്തിയാണ് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു കളറ്, ഒരു എന്താ പറയുക, ഒരു മെറൂൺ പോലെയുള്ള ഒരു കളറ്. പിന്നെ ജമന്തിൻ്റെ കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പിന്നെ മല്ലിക, പിന്നെ വാടാമല്ലി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ, അതായത് കൊപ്പത്തുള്ള എൻ്റെ വീട്ടിൽ ഓണം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂക്കളം ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. സദ്യയൊക്കെ മലപ്പുറത്തുള്ള വീട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓണം ഉള്ളത് മലപ്പുറം വീട്ടിലാണ്. അപ്പോൾ കൊപ്പത്തെ വീട്ടിലൊന്നും പൂക്കളൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പൂവൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നത് റോസാപ്പൂവാണല്ലോ, പക്ഷെ അത് നല്ല ചെറിയ റോസാപ്പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതൊക്കെ ഏകദേശം വരുന്നത് കോയമ്പത്തൂർ അതുപോലെ പാലക്കാട് ആ ഏരിയയിൽ നിന്നാണ് പൂക്കളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഏകദേശം പകുതിയോളം പൂക്കളൊക്കെ സെയിലായി പോയിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഒരു ചെണ്ടുമല്ലിയാണ്, മഞ്ഞയും ഓറഞ്ചും. നിങ്ങൾ ചെണ്ടുമല്ലി എന്ന് തന്നെയാണ് പറയുക എന്ന് വിചാരിക്കുന്നു. ചിലവർ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മളിവിടെ ചെണ്ടുമല്ലി എന്നാണ് പറയുന്നത്. കഴിഞ്ഞത്തെ വർഷം നമ്മൾ പുറത്തുനിന്ന് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അത്യാവശ്യം പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് പുറത്തുനിന്ന് വാങ്ങാറില്ല. പിന്നെ അതുപോലെ ഈ മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ പഞ്ചായത്തിൽ, അതുപോലെ സ്കൂളിൽ, അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് കൂടുതലും പുറത്തുനിന്ന് പൂവ് വാങ്ങാറ്. പക്ഷേ എന്തൊക്കെ ആയാലും ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഭംഗി എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇതിൻ്റെ ഇതളുകളൊക്കെ എന്തൊരു ഭംഗിയാണ് ഈ കാണാനെന്നറിയോ. പിന്നെ ഇനി ഇതേപോലെ വേറെയൊക്കെ 2-3 ഷോപ്പുകൾ വേറെ ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട് തന്നെ. ഇത്രയും പൂവുണ്ടായിട്ടും ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഇടാലോ എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ തിരിച്ചു പോവാണ്. അതിൽ ഈ ഒരു പൂവ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ബൈ.